കുട്ടികളുടെ മെന്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതെന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ അല്ലേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വെള്ളമാണ്. വെള്ളം കയറിയിട്ട് പുറകിലെ എല്ലാ കട്ടയും മണ്ണും ഒക്കെ ഒലിച്ചു പോയി. ഇപ്പം വീടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഓളം അടിച്ച് മണ്ണൊക്കെ പോയി. ഈ കടലിലൊക്കെ തിരയടിക്കത്തില്ല, അതുപോലെയാണ് പാടത്ത് നിന്ന് ഇങ്ങനെ ഓളം അടിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം വീടിൻ്റെ പുറകിൻ്റെ അവസ്ഥ. ഇത് എൻ്റെ വീടിൻ്റെ പുറകിലത്തെ ഭാഗമാണ്. ഇവിടെ നേരത്തെ വെള്ളം കയറി കിടന്നിട്ട് ഇവിടുത്തെ കട്ടയെല്ലാം ഓളം അടിച്ച് പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇതൊക്കെ കൊണ്ട് ഇവിടെ ഇട്ടത്. പക്ഷെ പകുതി കട്ടയും ഓളം അടിച്ചു പോയി. കാരണം പുറകിൽ നല്ല ഓളമാണ്. ഒരു കടലിൽ എങ്ങനെ തിരയടിക്കുന്നത് അതുപോലെയാണ് ഓളം അടിക്കുന്നത്. നമ്മൾ കുറേ കട്ട പോകാതിരിക്കാൻ നോക്കിയെങ്കിലും പോയി. ഇപ്പം ഈ അടിത്തറ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇപ്പോൾ വെള്ളം കുറയുന്നുണ്ട്. മോട്ടർ നടത്തി വെള്ളം പുറത്ത് കളയുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇടിഞ്ഞു പോയി. ഇവിടെയൊക്കെ നിന്ന് മരങ്ങളൊക്കെ ഇടിഞ്ഞ് അങ്ങോട്ട് പോയി. വാഴയൊക്കെ അത് മറിഞ്ഞടക്കും. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കുഞ്ഞു മീനൊക്കെ ഉണ്ട്. ഇതൊക്കെ കരയായിരുന്നു കേട്ടാ. ഇവിടെയൊക്കെ വെള്ളം കയറി ഇങ്ങനെ ആയത്. ഇവിടുന്നും കുറേ കട്ടയൊക്കെ പോയി. പിന്നെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വെള്ളം ഈ ഒരു എർത്തമ്പി ഉണ്ടല്ലോ, അപ്പോൾ അവിടം വരെ നമുക്ക് കരയായിരുന്നു. അവിടെയും വെള്ളം കയറി. ഇപ്പോൾ ഇത്രയും വെള്ളം കയറി. പിന്നെ ആറ്റിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ പടിയുടെ 2 പടിയുടെ മുകളിലുണ്ടായിരുന്നു വെള്ളം. പിന്നെ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉറച്ചിട്ടുണ്ട്. ഉച്ചയായപ്പോൾ ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉണങ്ങി. മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഇതിനകത്തുകൂടിയാണ് നടക്കുന്നത്. അങ്ങോട്ട് പോയി കാണിച്ചു തരാം. അവിടെ ഇപ്പം കരയും അല്ല, ആറ്റിലെ വെള്ളവും പാടത്തെ വെള്ളവും ഒരേപോലെ അളക്കുന്നു. നേരത്തെ ഇവിടെ വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നു, ഇവിടെ വെള്ളക്കുറവ് അങ്ങനെയായിരുന്നു. ഇവിടെ വറ്റിയാൽ ഇനി അടുത്ത കൃഷി നടത്താൻ പറ്റത്തുള്ളൂ. മീനൊക്കെ ഉണ്ട് കേട്ടോ. മീൻ പായലാന്ന് തോന്നുന്നു. വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലോ നന്നായിട്ട് കാണാൻ പറ്റും. നമുക്ക് പുറകിലെല്ലാം വെള്ളമാണ്. നമ്മൾ നേരത്തെ മഴയത്ത് കെട്ടിയ ഇതെല്ലാം വെയിലുകൊണ്ട് ഉറഞ്ഞു പോയി. നമ്മളിപ്പോഴതൊന്നും അഴിച്ചു മാറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോഴാ പടുതയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഷീറ്റിൻ്റെ മുകളിൽ കല്ല് വെച്ചിരിക്കുന്ന ഷീറ്റ് പൊങ്ങാതിരിക്കാനാണ്. നമ്മുടെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന വീടിൻ്റെ ഷീറ്റ് ഇതുപോലെ പോയിട്ടുണ്ട് പറന്ന്. അതുകൊണ്ട് നമ്മൾ അതിന് ഇതായിട്ട് കല്ല് വെച്ചിരിക്കുന്നു. ഇവിടെ നിന്നാണ് നന്നായിട്ട് കാറ്റടിക്കുന്നത്. ഇവിടുന്നും കായലിൽ നിന്നും. നമ്മളിവിടെ ഒരു പാക്കുണ്ട് കേട്ടാ. അതിഷ്ടം പോലെ പാക്കുണ്ട്. പക്ഷെ ഇത് കുഞ്ഞതാ. വെളി നമ്മളിവിടെ പെറുക്കി വെച്ചിട്ട് കൊടുക്കും. ഇവിടെയൊക്കെ നേരത്തെ നനഞ്ഞ് കിടക്കുമായിരുന്നു, ഇപ്പോൾ ഉണങ്ങി. അപ്പു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടങ്ങ് നോക്കുന്നുണ്ട്.